സഹോദരന്മാരെ, ഇനി ഈ ചോദ്യത്തിനും ഉത്തരത്തിനും 2 ചാൻസ് കൂടിയാണുള്ളത്. അത് 7ാമത്തെ ഇതിനെ ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും. ഈ അറബിയിലുണ്ട് ഒരു പഴമൊഴി, ഒരു തമാശ. ഒരു നാടൻ അറബിക്കാക്കിയും ഒരു ഇമാമ് നിസ്കരിച്ചാന്ന് വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി എന്നുള്ള സൂറത്താ മൂപ്പര് ഓതുന്നത്. ഈ അഹ്സനിന്റെ കൂട്ടത്തിൽ പെട്ട മുഴുവൻ എഴുതാൻ സൂറത്തിനോടും അതിന്റെ താഴെയോടും കമ്പല്ലോല് വെറുതെ പറയണ്ട, അതിമ പിടിച്ച് തൂങ്ങണ്ട. അതിന്റെ ഇടക്ക് മൂല്യമ്മക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം പറഞ്ഞു സുറത്ത്. ഞാൻ ഒന്ന് വിട്ടുകൊടുത്ത. പിന്നെ അപ്പോ ഈ മൂല്യാർക്ക് പിന്നെ ഓതാൻ കിട്ടുന്നില്ല. അപ്പോ നമ്മൾ നൂഹ് നബിനെ അയച്ചു പറഞ്ഞ അതിമേ തന്നെ തൂങ്ങുക. അപ്പൊ അയറാബി പറഞ്ഞു, അല്ലാഹു അർസല ഗൈറഹു, പടച്ചോ നൂഹ് നബി അല്ലാത്ത വേറെ നബിമാരെ അയച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നൂഹ് നബി എന്നെ കൊണ്ട് അപ്പുറത്തും പോയിക്കോ എന്ന് പറഞ്ഞ മാതിരിക്ക് അഹ്സന് വെറും നൂഹ് നബിമേൽ എന്നെ കൂടുക, പറഞ്ഞതെന്നെ പറഞ്ഞു. ഇപ്പൊ ഇയാൾ ലാസ്റ്റ് ഇപ്പൊ 2-3 കാര്യമാണല്ലോ ഇപ്പൊ അദ്ദേഹം മരിച്ചവരോട് തേടാൻ പറ്റും എന്നുള്ള തെളിവ് ഇവിടെ ആവർത്തിച്ച് ചോദിച്ചേല് 3നും നമ്മൾ അതിന്റെ മോശത്തരം കള്ളത്തരം പറയാണ് കരുതിക്കൂട്ടി എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ റായിന മുമ്പ് കോട്ടക്കൽ ഇറക്കി അന്ന് കളിച്ചിരുന്നു. മറുഭാഗം മറുപടി വേണ്ട മൈക്ക് പറഞ്ഞോ അവിടെ കേട്ടെ. 2ാമത് പിന്നെ അദ്ദേഹം അതുകൊണ്ട് വന്നത് ഇന്റർനെറ്റിലാണ്. അന്ന് കൃത്യമായിട്ട് കൊടുത്തതാ. ഇപ്പത് മറന്നു എന്ന് കരുതിയിട്ട് പിന്നെ ഒന്ന് ഇട്ട് നോക്കുക. എന്റെ അഹ്സൻ ഇതെന്താ എനിക്ക് അറിയാലോ, ഇതെന്താ തഫ്സീറാണല്ലോ അല്ലേ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന തഫ്സീറാണല്ലോ. നബിയെ, താങ്കൾ പറയുന്നത് മനസ്സിലാകാനും ഉൾക്കൊള്ളാനും ഒന്ന് സാവകാശം വേണം നബിയെ ഞങ്ങൾക്ക്. നബി സംസാരിക്കുമ്പോളേ ജൂതന്മാർ ഇത്തരം ഘട്ടത്തിൽ അള്ളാന്റെ റസൂലിനെ കുതിരാക്കി റായിനാന്നേ പറഞ്ഞത്. എന്റെ മൂമിനീങ്ങളെ അങ്ങനെ നിങ്ങൾ പറയത്തിട്ടോ, റായിനാന്ന് പറയരുത്, സാവകാശം വേണമെന്ന് റസൂലിനോട് അദബില് പറഞ്ഞോളി. ഇതെന്തിന് തെളിവാണോലോ, മരിച്ച മൊയ്തീൻ ശേഖനെ കാക്കണേ, മുൻപത്തെ ബീവി താത്ത എനിക്ക് കുട്ടികളെ കൊണ്ടാ, വേങ്ങര കോയപ്പാപ്പാ എന്റെ വിസ ഒന്ന് ശരിയാക്കിക്കൊണ്ടാന്ന് പറഞ്ഞതിന് എന്താ തെളിവ്? മൂമിനീങ്ങളെ, നബിനോട് സംസാരിക്കുമ്പോ അദബില് നബിയെ സാവകാശത്തിലാക്കണം, താങ്കൾ പറഞ്ഞ ഞങ്ങൾക്കൊന്ന് മനസ്സിലാവാ, ഈ കോലം സ്വീകരിക്കട്ടോ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? ഏർവാടി പാപ്പാ, അതാണോ അതിന് തെളിവ്? ഇങ്ങനെ കഥ കഴിഞ്ഞോ? എന്നിട്ട് പിന്നെ ഇദ്ദേഹം പറയാ, ആര് പറയാ കണ്ടോ, മിനൽ ഇൻതിലാരി, ഈ പറഞ്ഞ ഉൻദുർന മിനൽ ഇൻലാരി ഒമഅനാഹു അംഹിൽനാ. എന്താ അംഹിൽനാ എന്നതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ ആ മുത്താലിമികൾ ഉണ്ടാവല്ലോ അവിടെ മീസാൻ ഒരു കുട്ടികളോട്, അംഹിൽനാ ഞങ്ങൾക്കോട് സാവകാശം കാട്ടു നബിയേ, ഇതാണ് അതിന്റെ അർത്ഥം. ഒമഅനാഹു അംഹിൽനാ ഹത്താ നത്ലഖ അൻക വനഹ്ഫദു മാ നസ്മഉഹു മിൻക. താങ്കൾ പറയുന്നത് മനസ്സിലാകാനും അതു ഹൃദിസ്ഥമാക്കാനും നബിയെ സാവകാശം ഞങ്ങളോട് പറഞ്ഞേ, ഒന്ന് സാവകാശം കാട്ടണേ. ഇതാണ് തെളിവിന്റെ റബ്ബേ. നിങ്ങൾ ഖുർആനൊന്നും ഒരു വിലയില്ല ചങ്ങായിമാരെല്ലാം പറയാ, ഖുർആനോടൊന്നും ഒരു പേടിയില്ല, പുതുമയില്ല, നിങ്ങൾക്കൊക്കെ മൂക്കാണ് മുങ്ങി കുളിരറ്റ്. നിങ്ങൾക്ക് ഇപ്പൊ അദ്ദേഹം വായിക്കാ, ഇനി ഇതേ ആശയം വായിക്കാൻ നേരമില്ലല്ലോ നമുക്ക്. ജലാലിയനിലും പറയുന്നുണ്ട്, തിബിരി പറയുന്നുണ്ട്, ഖുർത്തുബിയിൽ പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെന്താ പറഞ്ഞത്? അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ. എവിടെ ആഴ്ച അതിന്റെ അർത്ഥം? ഞാൻ എന്നോട് തേടിക്കോളി, ഞാൻ രക്ഷിക്കാം. ധൈര്യമുണ്ടെങ്കിൽ, ആണത്തരമുണ്ടെങ്കിൽ, കിതാബ് ഓതിക്കണമെങ്കിൽ ആധികാരികമായ ഏതെങ്കിലും ഒരു പണ്ഡിതന് വിശദീകരിച്ചും പറയും. പറയാന്ന് കേക്കട്ടെ. കേട്ടോ, പറയുന്നത് നിന്നെ കേൾപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. പഠിച്ചോ, 1 മുതൽ ഞങ്ങൾ പഠിപ്പിക്കാൻ പോവാ. ഇനി നിങ്ങളെ കൊണ്ട് ശരിക്ക് പഠിപ്പിക്കും. ഒരായത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കണമെന്നതാണ് മുസ്ലിം സമുദായത്തിന്റെ നിലപാട് കേട്ടോ. അതൊരു സന്ദർഭമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് റസൂലിന്റെ സമീപത്ത് വന്ന സ്വഹാബികൾ അത് പറഞ്ഞിരുന്നു. പക്ഷെ അത് മാത്രമല്ല പറഞ്ഞിരുന്നത്. കേട്ടോളൂ, ഇത് നിങ്ങളും നമ്മളൊക്കെ അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീർ.
ഇതിൽ കേട്ടോ ഇനി കേട്ടോ ഞങ്ങളെ വിഷയത്തിന് തെളിവുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾ വിടാൻ പോകുന്നില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, ഇദാ അദ്ബറ നാദാഹു മൻ കാനത് ലഹു ഹാജത്തും മിനൽ മുഅ്മിനീൻ. ഇത് അല്ലാഹുവിന്റെ റസൂലിനോട് വെറും ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളുള്ള സമയത്ത് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു ഇമാം ഇബ്നു കസീർ. നിർത്തിക്കാളി. അപ്പൊ എന്തായി? അതൊക്കെ അതെടുത്തിട്ട് കാര്യമില്ല, അതിൽ ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. അങ്ങനെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ചോദിക്കാൻ ഇതായിരുന്നു തെളിവ്. ആ കാലത്ത് മാത്രം അത് പ്രത്യേകമായി നിന്നില്ല. പിന്നെയോ ബാക്കി കേട്ടോ, ഖിതാബുൽ ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനോട് മുഴുവനും ഇത് ഖിതാബാണ്, വിശുദ്ധ ഖുർആൻ. അപ്പൊ നിങ്ങൾക്ക് പറ്റിയതെന്ത്? നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നാസു അഅദാഉ മാ ജഹിലൂന, ആളുകൾക്ക് വിവരമില്ലാത്തിന്റെ ശത്രുക്കളാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു കാര്യം പഠിച്ചാ പിന്നെ കുറുക്കനാമട്ടേൽ ഒറ്റോട്ട. അതെന്താ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ശരിക്ക് പഠിച്ചോ. ഇവിടെ ശ്രദ്ധിക്കും, പറഞ്ഞു കേട്ടോളൂ. ശരിക്കും മനസ്സിലാക്കിക്കോ. ഒരു പരിഭാഷ കാരണം ജിന്ന് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ നിങ്ങൾ ഉറക്കം തൂങ്ങാൻ സാധ്യത. അതവിടെ ജിന്ന് ഞങ്ങൾ വിടൂല, കാണിച്ചരാ ഇൻഷാ അല്ലാഹ് ഇവിടെ. എനിക്ക് പറഞ്ഞത് ശരിക്ക് കേട്ടോ. ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലിന്റെ സദസ്സില് ഈ റായിന എന്ന ലഫ്ദ് 2 രൂപത്തിൽ ഉപയോഗിച്ചിരുന്നു. ഒന്ന് നേരത്തെ ഇവിടെ വായിച്ചത് റെഡി. അത് മാത്രമല്ല തഫ്സീർ ഇബ്നു കസീർ, ഇതുകൂടി സമ്മതിക്കേ. അതെ, ഇദാ അദ്ബറ നാദാഹു, റസൂലുള്ളാഹിനെ വിളിച്ചിരുന്നു. മൻ കാനത് ലഹു ഹാജത്തും മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് ആവശ്യമുള്ളവരൊക്കെ വിളിച്ചിരുന്നു. ആ നിലക്കാണ് ഞങ്ങൾ വിളിക്കുന്നത്. യാ റസൂലല്ലാഹ് ഉൻദുർനാ യാ റസൂലല്ലാഹ്. ഈ മുഅ്മിനീങ്ങളെ ശൈലി എന്താണെന്നറിയോ? ഒരു തഫ്സീർ ഒഴിവാക്കി മറ്റേ വിടില്ല, മറ്റത് രണ്ടും സ്വീകരിക്കണം. അതാണ് മുസ്ലിമീങ്ങളെ റൂട്ട്. ഞങ്ങളത് രണ്ടും സ്വീകരിച്ചിരിക്കുന്നു. അതെ, ആവശ്യമുള്ള സമയത്ത് അള്ളാന്റെ റസൂലിനോട് സഹായം തേടാൻ കൂടിയുള്ള പദമായിരുന്നു ഉൻദുർന. അത് ജീവിതകാലത്ത് മാത്രമല്ല, മഹാൻ വിശദീകരിക്കുന്നു. അത് ഖിയാമത്ത് നാൾ വരെ ഇമാം റാസി പറഞ്ഞല്ലോ. ഖിയാമത്തിന് പിന്നെ കാന്തപുരത്തിനാണ് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. വിളിച്ചോ മോനെ, യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക, റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ റസൂൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അത് സഹാബി പിന്നെ തേടി. ഒന്നും ഒരു മിണ്ടാട്ടില്ല. എല്ലാം കഴിഞ്ഞു. എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടൂല? റൂഹുൽ മആനിയും എല്ലാ തഫ്സീറും പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മാത്രമല്ല ഈ ആയത്ത് ബാധകം, എല്ലാ കാലത്തേക്കും ബാധകമാണ്. അപ്പോഴോ സദസ്സിൽ വെച്ചത് പറഞ്ഞിരുന്നു. അവിടെ മാത്രമാണോ? അല്ല, ആവശ്യങ്ങളുള്ള ആളുകൾ അവരുടെ ആവശ്യ പൂർത്തീകരണത്തിനും പറഞ്ഞിരുന്നു. എവിടെയുള്ളത്? തഫ്സീർ ഇബ്നു കസീർ. അത് ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ മൂപ്പര് പറയാ മുനമ്പത്തെ ബീവിന്റെ. അപ്പൊ വഫാത്തായ റസൂലുള്ളാഹിനോട് തേടാനായോ? നിങ്ങൾ നന്നാകുന്നുണ്ട് മക്കളെ. റസൂലുള്ളാഹിനോട് തേടാനായോ? പൊളിച്ചില്ലേ നിങ്ങള്? പിന്നെ മുനമ്പത്തുള്ള ചിന്നാണോ മറ്റോ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അള്ളാന്റെ റസൂലിനോടൊപ്പം എന്ത് ചെയ്യാ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അത് പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. മതി, കോടമ്പൂയിലെ സംവാദം മുതലായി. മതി മോനെ. റസൂലുള്ളാഹിനെ വിളിച്ചില്ല ഇസ്തിയാസങ്ങൾ സംബന്ധിച്ച ബാക്കി ഞങ്ങൾ പറഞ്ഞുതരല്ലോ. എന്തായി? അതുകൊണ്ട് പഠിച്ചോ. യാ അയ്യുഹല്ലദീന ആമനൂ, ഞങ്ങൾ സാഗൂതം കേട്ടിരുന്നു. എന്താ ഞങ്ങളെ ഖുർആൻ പറയുന്നത്? ലാ തഖൂലു റായിന, അദബില്ലാതെ അവിടത്തെ വിളിക്കരുത്. ശരി, പിന്നെന്ത് ചെയ്യണം? വഖൂലു ഉൻദുർനാ, അദബോടെ വിളിച്ചോ നേതാവിനെ. വിശുദ്ധ ഖുർആൻ വസ്മഉ, വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞത് കേട്ടോ. അഹ്സനിമാര് ശിർക്ക് സ്ഥാപിക്കുന്നതിലുള്ള അടങ്ങാത്ത സന്തോഷത്തിലാണ്. ആ സന്തോഷമാണ് ഇടക്കിടക്ക് ഇവിടെ ഇങ്ങനെ ഉയർന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹ്സനിമാര് ശിർക്ക് സ്ഥാപിക്കുമ്പോ കൂട്ടാളികൾ അല്ലാഹു അക്ബർ പറയണം. തക്ബീർ തൊഴിലാളികളാണല്ലോ, അവര് ചെയ്തേ മതിയാവും. ഇവിടെ വളരെ കൃത്യമായി ആർക്കും ബോധ്യമാകുന്ന വിധത്തിലാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചത്.
എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം ഇന്ന് വരെയും വന്നിട്ടില്ല. അവിടെയും ഇവിടെയും വ്യാഖ്യാനിച്ചൊപ്പിച്ച് കുറച്ച് അതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത്. എന്റെ ഒന്നാമത്തെ ചോദ്യം, പ്രവാചകന്മാർ മരിച്ചുപോയ മറ്റൊരു പ്രവാചകനോട് നടത്തിയിരിക്കുന്ന ഇസ്തിഗാസയുടെ ഒരു രേഖ, ഒരു തെളിവ് ഖുർആൻ ഉദ്ധരിക്കണം. ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ വെച്ച് നടത്തിയ ഒരു ഇസ്തിഗാസ, ഇതുവരെ അതിന് തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് ആര് എന്താവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴൊക്കെ തേടിയാലും ഇസ്തിഗാസ നടത്തിയാലും അതെല്ലാം പ്രത്യേകം കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് ഏത് മഹാനാണ് അള്ളാഹു നൽകിയത് എന്ന് പറയണം. ഇതുവരെയും പറഞ്ഞിട്ടില്ല. നാലാമത്തെ ചോദ്യമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവസാനം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാഫിറുകളോടും മുശ്രിക്കുകളോടും വരെ പലപ്പോഴും പല സഹായവും തേടിയിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് മരിച്ചുപോയ ഒരു മഹാനോട് ഒരു സഹായം തേടിയ സംഭവം ഉദ്ധരിക്കാമോ? അതുണ്ടായിട്ടില്ല. പിന്നെ വഖൂലുന്നൂർന എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പർ അവസാനത്തിയെന്നേരോ നസ്സാഹു പറഞ്ഞ ഒരു ഭാഗം നമ്മൾ ശരിയാണ് അംഗീകരിച്ചു, അവിടേക്ക് നിങ്ങൾ എത്തിയല്ലോ, ബാക്കി നിങ്ങൾ എത്തിക്കോളും. നിങ്ങള് കോഴിക്കോട് ശിഹാബുദ്ദീൻ ഇമ്പിച്ചുക്കോയ തങ്ങളുടെ പരിഭാഷ മുതൽ KB മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ പരിഭാഷ വരെയുള്ള നിങ്ങളുടെ മലയാള പരിഭാഷയെങ്കിലും ഒരു ഭാഗം ഒരു പ്രാവശ്യം വായിക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ മാതിരി അബദ്ധങ്ങൾ വിളിച്ചറിയിക്കുമായിരുന്നില്ല. പിന്നെ പ്രവാചക തിരുമേനിയെ വിളിക്കുമ്പോൾ കാണിക്കേണ്ട അദബിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. പ്രവാചക തിരുമേനി തന്റെ റൂമിലിരിക്കുമ്പോ വിളിക്കുകയാണെങ്കിൽ വരെ അദബ് കാണിക്കണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ. മറയുടെ അപ്പുറത്തേക്ക് പ്രവാചകനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നവരല്ല എന്ന് ഖുർആൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അദബ് കാണിക്കാനാ പറഞ്ഞത്. ഒരു മറന്റെ അപ്പുറത്തേക്ക് പ്രവാചകരെ വിളിക്കരുത് എന്ന് ഖുർആൻ അവിടെ പഠിപ്പിച്ചു. മാത്രമല്ല, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, അവനല്ലാതെ നിങ്ങൾക്കൊരു വലിയോ ഒരു നസീറോ ഇല്ല, അള്ളാഹു അല്ലാതെ നിങ്ങൾക്കൊരു വലിയും ഒരു നസീറും ഇല്ല എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. ആ ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന റബ്ബി റബ്ബന എന്നിങ്ങനെ ആവർത്തിച്ചുള്ള ഒരുപാട് പ്രാർത്ഥനകൾ കാണുന്നു. എന്നാൽ ഇന്നൊരു പ്രവാചകനെ വിളിച്ചു തേടിയ ഒരു പ്രാർത്ഥന, ഒരു മഹാനെ വിളിച്ചു തേടിയ പ്രാർത്ഥന, മരിച്ചുപോയ ഒരു മഹാനോട് തേടിയിരിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുവാൻ ഇതുവരെയും സാധിച്ചില്ല. പ്രവാചക ജീവിതത്തിൽ നിന്നും ഉദ്ധരിക്കുവാൻ സാധിച്ചില്ല. പിന്നെ പറഞ്ഞെന്താ അറിയോ, ഒരു ആയത്തിന് ഒരു തഫ്സീറിൽ പറഞ്ഞ മാത്രം സ്വീകരിച്ചാൽ പോരാ, എല്ലാ തഫ്സീറിൽ പറഞ്ഞു സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഭൂമി കാളക്കൊമ്പത്താണ് എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ പറയുന്ന തഫ്സീറുകളിൽ പറയപ്പെടുന്ന വിഷയങ്ങളാണത്. തീർന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പ്രേമിച്ചിരുന്നു എന്ന് നിങ്ങളുടെ തഫ്സീറിലുണ്ട്. നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ദുലൈഖയെ യൂസുഫ് വ്യഭിചരിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ തഫ്സീറിലുണ്ട്. നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. സുലൈമാൻ നബി ബിൽക്കീസിന്റെ കാല് കാണുവാൻ വേണ്ടി തന്ത്രം പ്രയോഗിച്ചു എന്നുണ്ട്. അംഗീകരിക്കേണ്ടി വരും. തൗഹീദ് വിട്ട് പ്രേമത്തിലെത്തുന്നുണ്ട്. കാണിച്ചുതരാൻ കയറി പച്ച നുണ വളമ്പല്ലേ. എന്തെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? എവിടുന്ന് എഴുന്നേറ്റ് വരിക? 4 ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും കൂടി ഒറ്റ ആയത്ത് മതി. അതാ ഞങ്ങളെ പ്രത്യേകത. അതോടുകൂടി അത് വെള്ളത്തിലായി പോയി. അള്ളാഹുവിന്റെ റസൂലല്ലേ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിനോട് സഹായം തേടാൻ ആവശ്യപ്പെട്ടത് വിശുദ്ധ ഖുർആൻ. ഇനി എന്തായി? ഉപരി പറയാ ഏതെങ്കിലും പിന്നെ ഖുർആനിൽ കുറെ പ്രാർത്ഥന ഉണ്ട്, അത് അല്ലാത്തവരോട് പറ്റോ? ഞങ്ങളെ വ്യവസ്ഥ ഒന്ന് വായിക്ക്. ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന അത് അള്ളാഹിനോട് തന്നെ. പക്ഷേ തേട്ടമുണ്ടല്ലോ ഇസ്തിഗാസ, അത് അള്ളാഹുവിന്റെ റസൂലിനോടുമാകാം മുഅ്മിനീങ്ങളോടുമാകാം. എന്താ രേഖ? നിങ്ങൾ ചോദിച്ചത് ഏതെങ്കിലും ഒരു പ്രവാചകനോട് തേടി എന്നല്ലേ, തേടാൻ പറഞ്ഞു എന്നല്ലേ? ഞങ്ങളെ മറുപടി കേട്ടോ. ഏറ്റവും വലിയ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിനോട് തേടാൻ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ലാ തഖൂലു റഅയ്നാ വഖൂലു ദുർനാ. പിന്നെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താ അറിയോ? അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. പരിഭാഷയിലുള്ളത് മാത്രമാണ് ഖുർആനിലെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതാ നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്. അള്ളാഹ് നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് അതല്ല അൽവൈകാരം.
പരിഭാഷ ചങ്ങാതിമാര് ഫാത്തിഹന്റെ പരിഭാഷകൾ എടുത്തോക്ക്, ഒരു പേജല്ല ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 പേജ്. റാദിമാമിന്റെ തഫ്സീർ മറിക്ക് 400-500 പേജ് ഉണ്ട്. അപ്പൊ ഈ 400 പേജിലുള്ള വിഷയം പറയുമ്പോ അത് പരിഭാഷയിലില്ല. നിങ്ങളെ മൗലൈമാരോട് കൗമിനോട് പറഞ്ഞാൽ മതി അല്ലേ? ഇയ്യാക നഅ്ബുദു എന്ന ആയത്തോതിയിട്ട് ഇമാം റാജി പറഞ്ഞു ഇത് ഗീബത്ത് ഹറാമാണ് എന്നതിന്റെ തെളിവാണ്. അപ്പൊ ഇവരിങ്ങനെ നോക്ക, പഠിച്ചവനെ പരിഭാഷയിലുണ്ടോ? അത് എല്ലാം കൂടി പരിഭാഷയിലുണ്ടാവോ? അതിനാ ഓതി പഠിക്കണം എന്ന് പറഞ്ഞത്. സക്കരിയ സലാഹിന്റെ ഭാഷയിൽ പറഞ്ഞ ഊതി പഠിച്ചാ പോരാ കേട്ടോ, ശരിക്കും മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് നിങ്ങളെ പിടിച്ച് കൊടഞ്ഞിരിക്കുന്നു ഞങ്ങൾ. ഇനി നിങ്ങൾക്കൊന്നുമില്ല. ഇനി അവസാനമായി ഞങ്ങൾ ആ തെളിവും പറയുകയാണ് കേട്ടോ. അന്ന റജുലൻ കാന യഖ്തലിഫു ഇലാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കേട്ടോളൂ, ഇത് പഠിച്ച ഉന്ദുർന എന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ ഖുർആൻ? അത് കേട്ട, അത് പഠിച്ച സ്വഹാബിയായ മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരാളതാ വരുന്നു ഉസ്മാൻ തങ്ങളെ സമീപത്തേക്ക് ഒരു പരാതി പറയാൻ, കേസ് പറയാൻ. അങ്ങനെ ഫകാന ലാ യൽതഫിതു ഇലൈഹി വലാ യൻദുറു ഫീ ഹാജതിഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സമീപത്തേക്ക് വന്നു. പക്ഷെ ഉസ്മാൻ തങ്ങൾ ഇയാളെ മെയിൻറ്റെയിൻ ചെയ്തില്ല, ഇയാളെ ഗൗനിച്ചില്ല. അദ്ദേഹം വളരെ വിഷമിച്ചു. ഖലീഫ എന്നോട് മിണ്ടുന്നില്ല. എന്താ പ്രശ്നം? അന്നത്തെ വേറൊരു സ്വഹാബിയായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു. രണ്ട് മനസ്സിലാക്കണം. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭരണാധികാരി, അവരെ അടുത്തേക്ക് പോയപ്പോ അവിടുന്ന് പരിഗണിച്ചില്ല. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന സ്വഹാബിന്റെ അടുത്ത് വന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, ഞാൻ ഖലീഫന്റെ അടുത്തേക്ക് പോയി, എന്നെ പരിഗണിച്ചില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പൊ പഠിപ്പിച്ചു കൊടുക്ക കേട്ടോ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നുള്ള സ്വഹാബി പഠിപ്പിച്ചു കൊടുക്ക. ചെല്ലേ ഇതിൽ മിദ്അത പോയി ഒന്നുണ്ടാക്ക്. ആദ്യം എന്തുണ്ടായി? ഒന്നുണ്ടാക്ക്. എന്നിട്ട് മസ്ജിദ ഫസല്ലി, ഒന്നുണ്ടാക്കി നിസ്കരിക്ക്. കലാവിലാജത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്ക് പോയി. എന്നിട്ടോ തുമ്മക്കുൽ, പിന്നെ വിളിക്ക് അല്ലാഹുമ്മ അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിനാ മുഹമ്മദീൻ. അള്ളാനെ വിളിക്കാതെയും വിളിക്കണല്ലോ. ഇലാഹി അൻത മഖ്സൂദി, വിളിക്ക്, അള്ളാനെയും വിളിക്ക്. പിന്നെ തബസ്സുൽ ചെയ്യാദ്യം, അതാണ് ബിനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, യാ മുഹമ്മദ്, മോനെ പറഞ്ഞോ, യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക, അങ്ങയുടെ റബ്ബിലേക്ക്. വഫാത്തായ നബിയോട് പറയാനായി പറയുന്നത്. മനസ്സിലാക്കിക്കോ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് മുശ്രിക്ക തന്നെ. എവിടെ നിന്ന് കിട്ടിയത് അങ്ങേക്കത്? ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്. പറയുമോനെ, ഒതുണ്ടാക്കിയിട്ട് ഇത് റസൂലുള്ളാഹിനെ വിളിച്ച് തേട്. ഈ സ്വഹാബി പറഞ്ഞതുപോലെ ആ മനുഷ്യനതാ ഒതുണ്ടാക്കി അള്ളാഹിനെ വിളിച്ചു, തവസ്സുൽ ചെയ്തു, ഒടുവിൽ ഇസ്തിഗാസയും ചെയ്തു. യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക, ഇസ്തിഗാസ ചെയ്തു. പോയി ഉസ്മാൻ തങ്ങളെ അടുത്തേക്ക് മെയിൻറ്റ് ചെയ്തു, സ്വീകരിച്ചു. ആവശ്യം പൂർത്തിയായി. ഇത് പറഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ പറയാണ്, ഇത് ഞാൻ സ്വന്തം നിലക്ക് പഠിപ്പിച്ചു കൊടുത്തതല്ല. ഇങ്ങനെ ഒരു സംഭവം നബി തങ്ങളെ ജീവിതകാലത്തുണ്ടായി. അന്ന് റസൂലിന്റെ സമീപത്ത് വന്നിട്ട് കണ്ണ് കാണാത്ത ആള് സഹായം തേടിയപ്പോ ഈ ഇസ്തിഗാസ പഠിപ്പിച്ചു കൊടുത്തു. യാ മുഹമ്മദു എന്ന് പഠിപ്പിച്ചു കൊടുത്തു. കണ്ടോ? അപ്പൊ ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ള പറഞ്ഞു, സ്വഹാബത്ത് ചെയ്തു, ഖുർആൻ അത് പഠിപ്പിച്ചു. 4 ചോദ്യവും വെള്ളത്തിലായി. ഞങ്ങൾ മറുപടി ഇവിടെ സ്ഥിരപ്പെട്ടു. നിങ്ങൾ പോകുമ്പോ നിങ്ങളെല്ലാം ഓർത്തു വെച്ചോ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂലു റായിന, ഹബീബിനോട് അതബില്ലാതെ പറയല്ല, വഖൂലു ഉൻദുർന, അതവോടെ പറഞ്ഞോ ഞങ്ങളെ സഹായിക്കണേ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസ്മഉ, നിങ്ങൾ റസൂലും അള്ളയും പറഞ്ഞത് കേൾക്കണം, ഇത് പറയാത്തവർക്ക് കടുത്ത ശിക്ഷയുമുണ്ട്.